Hi everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാംസിന് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണിത്. ഈ സീരീസിൻ്റെ കീഴിൽ 2 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിന്ന് ബാക്കി വീഡിയോസ് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് കൂടുതലും കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 to 15 സെക്കൻഡ്സ് ഞാൻ തരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും ഒക്കെ നോക്കി പോവാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ മോളിക്യുലർ മാസ് ഓഫ് CaOH ട്വൈസ്. CaOH ട്വൈസിൻ്റെ മോളിക്യുലർ മാസ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. എങ്ങനെയാണ്? നമുക്ക് മോളിക്യുലർ മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ എലമെൻസിൻ്റെയും അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, കുറേ എല്ലാവരെയും അറിയണം എന്നില്ല. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്നത് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഓക്കെ, അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കാണാതെ പഠിക്കേണ്ട. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് മോളിക്യുലർ അറ്റോമിക് മാസ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി വാട്ടറിൻ്റെ ടെമ്പററി ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലാർക്സ് റിയേജൻറ്റ്. വെള്ളത്തിൻ്റെ ടെമ്പററി ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാർക്സ് റിയേജൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതെന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് മറ്റൊരു പേരും കൂടെ വിളിക്കാറുണ്ട്. അതാണ് സ്ലേക്കഡ് ലൈം. നമ്മൾ ഒന്നുകിൽ സ്ലേക്കഡ് ലൈം എന്ന് പറയും, അല്ലെങ്കിൽ ക്ലാർക്സ് റിയേജൻറ്റ് എന്ന് പറയും. ക്ലാർക്സ് റിയേജൻറ്റ്, ഈ രണ്ടും സ്ലേക്കഡ് ലൈമും ക്ലാർക്സ് റിയേജൻറ്റും എന്ത് തന്നെയാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്. മറ്റൊരാളുണ്ട് CaO, കാൽഷ്യം ഓക്സൈഡ്. ഇത് ക്യുക്ക് ലൈമാണ്. ക്യുക്ക് ലൈം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? ഈ പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം വരുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അല്ലേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മാസാണ്. ഓക്കെ, സോ കാൽഷ്യത്തിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40 ആണ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഇനി OH ട്വൈസ് ഇങ്ങനെ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതി അതിന് പുറത്ത് ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും 2 എലമെൻറ്റ്സ് ബ്രാക്കറ്റിനകത്ത് എഴുതി അതിന് പുറത്ത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അകത്തുള്ള എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 ഓക്സിജനും 2 ഹൈഡ്രജനും ഇവിടെയുണ്ട്. OH ട്വൈസ്. 2 ഓക്സിജനും 2 ഹൈഡ്രജനും ഇവിടെയുണ്ട്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. കാൽഷ്യത്തിൻ്റെത് 40 ആണ്. ഒരു ഓക്സിജൻ്റെത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഉള്ളത് OH ട്വൈസ് അല്ലേ, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ്റെയും കൂടെ മാസ് എത്രയായിരിക്കും? 16 × 2 32 ആയിരിക്കും. ഓക്കെ, 16 × 2 32 ആണ് ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഹൈഡ്രജൻ ആണ്. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. നമുക്കിവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ 2 വരും. 2 ഹൈഡ്രജൻ 2 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 40 30 70 4. 74 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 74 നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ആറ്റംസ് ആർ ഇൻ ദ മോളിക്യൂൾ ഓഫ് NH4 ട്വൈസ് SO4? NH4 ട്വൈസ് SO4ൽ എത്ര ആറ്റംസ് ഉണ്ട്? പെട്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതിക്കേ.
NH4 ട്വൈസ് SO4ൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് തന്നെ എഴുതിക്കോളൂ. ഓക്കെ, കമൻറ്റ് ചെയ്തോളൂ. കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? NH4 ട്വൈസ് SO4. അപ്പോൾ NH4 ട്വൈസ് SO4 എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് സാധനം? അമോണിയം സൾഫേറ്റ് ആണ് അല്ലേ? അമോണിയം സൾഫേറ്റ് ആണ്. അമോണിയം സൾഫേറ്റ്. ഈ അമോണിയം സൾഫേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ, NH4 ട്വൈസ് SO4 ആണുള്ളത്. അപ്പോൾ എപ്പോൾ നമ്മൾ ഈ താഴെ നമ്പേഴ്സ് എഴുതിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രാക്കറ്റിന് താഴെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനകത്തുള്ള ആറ്റത്തിനെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ നമ്പറിനെ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ NH4 ട്വൈസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? N ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഉള്ളപ്പോഴാണ് അത് മെൻഷൻ ചെയ്യാത്തത്. ഒരു N ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇതിനകത്ത് എത്ര നൈട്രജൻ ഉണ്ടായിരിക്കും? ഈ 2നെ ഇവിടെയുള്ള 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 നൈട്രജൻ ഉണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഈ 2നെ അകത്തുള്ള ഹൈഡ്രജൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 ഹൈഡ്രജൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടോട്ടൽ 8 ഹൈഡ്രജൻ ഉണ്ട്. 8 ഹൈഡ്രജൻ ഉണ്ട്. ഇനി സൾഫർ ഒരെണ്ണമേ ഉള്ളൂ അല്ലേ? ഇത് ശരിക്കും എഴുതുന്നത് ഇങ്ങനെയാണ്, NH4 ട്വൈസ് SO4 ആണ്. അപ്പോൾ സൾഫർ ഒരെണ്ണമേ ഉള്ളൂ, ഒരു സൾഫർ ഉണ്ട്. പിന്നെ ഓക്സിജൻ്റെ താഴെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ്റെ താഴെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. എല്ലാം കൂടെ ആഡ് ചെയ്യാം. 10, 15 ആറ്റംസ് ആണ് അമോണിയം സൾഫേറ്റിൻ്റെ ഒരു മോളിക്യൂളിൽ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെയൊക്കെ കോമൺ നെയിമും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് ഈ ഫോർമുല തരാതെ അമോണിയം സൾഫേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഫോർമുല കറക്റ്റ് അറ്റോമിക് ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ആൾക്കാരുടെയും മാക്സിമം ഫേമസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ എല്ലാം തന്നെ കോമൺ നെയിമും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The number of atoms that constitute a molecule is known as. The number of atoms that constitute a molecule is known as atomic mass, atomicity, atomic order, valency. പറഞ്ഞേ, the number of atoms that constitute a molecule is known as. എന്താണ്? ഒരു മോളിക്യൂളിലുള്ള ആറ്റത്തിന്, നമ്പർ ഓഫ് ആറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് അതിൻ്റെ അറ്റോമിസിറ്റി. എന്താണ്? അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി. ഓക്കെ, ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ O2 ആണ്. അതിനകത്ത് എത്ര അറ്റോമിസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. ഓസോൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? O3 ആണ്. ഇവിടുത്തെ അറ്റോമിസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ്. നൈട്രജൻ ഗ്യാസിൻ്റെ അറ്റോമിസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഗ്യാസ് N2 ആണ്. അപ്പോൾ അറ്റോമിസിറ്റി എത്ര വരും? 2 വരും. ക്ലോറിൻ ഗ്യാസ് അല്ലേ? ക്ലോറിൻ ഗ്യാസ് ചോദിച്ചാലും ക്ലോറിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് Cl2 ആയിട്ടാണ്. അറ്റോമിസിറ്റി എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറ്റോമിസിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലേ, അല്ലെങ്കിൽ കമ്പൈനിങ് കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, നമുക്ക് ലിഥിയമുണ്ട്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 1 എന്നായിരിക്കും. അപ്പോൾ ലിഥിയത്തിൻ്റെ വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുറത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് വാലൻസി ആയിട്ട് വരിക. അപ്പോൾ എത്ര വരും? 1 ആയിരിക്കും വാലൻസി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്.
ലീക്കേജ് ഓഫ് LPG ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ബൈ സ്പ്രെഡിങ് ഡാഷ് ഇൻ എയർ. പെട്ടെന്ന് ആൻസർ ചെയ്തേ. പെട്ടെന്ന് പറഞ്ഞേ. മീഥൈൽ ഐസോസൈനേറ്റ് ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, ഈഥൈൽ മെർക്യാപ്റ്റൻ ആണോ, മീഥൈൽ മെർക്യാപ്റ്റൻ ആണോ? എന്താണ് LPGയുടെ ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത്, അല്ലേ, ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത് നമുക്കൊരു ഫോൾ സ്മെൽ, അയ്യോ ഗ്യാസ് ലീക്കായെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു സ്മെല്ല് പുറത്തേക്ക് വരാറുണ്ട്. അത് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് LPG ഒക്കെ ലീക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു ആക്സിഡൻറ്റിൻ്റെ സാധ്യത ഒഴിവാക്കാനാണ്, അല്ലേ? കാരണം LPG ലീക്ക് ആകുമ്പോൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഈ ഗ്യാസ് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് ചെറുതായിട്ട് ലീക്ക് ആകുമ്പോൾ തന്നെ ഒരു ഫൗൾ സ്മെല്ല് വീട് മൊത്തം നിറയുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? അയ്യോ ഗ്യാസ് ലീക്കായെന്ന് മനസ്സിലാക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനോ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനോ ഒക്കെ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈഥൈൽ മെർക്യാപ്റ്റൻ്റെ ഫോർമുല കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. C2H5SH. C2H5SH ആണ് ഈഥൈൽ മെർക്യാപ്റ്റൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഈഥൈൽ മെർക്യാപ്റ്റൻ C2H5SH. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ 144 grams ഓഫ് മഗ്നീഷ്യം ഡാഷ് ആറ്റംസ് ആർ പ്രസൻറ്റ്. 144 ഗ്രാം മഗ്നീഷ്യത്തിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് അറിയണം. അത് 24 ആണ്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 24 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ഗിവൻ മാസ്, നമുക്ക് തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. തന്നിട്ടുള്ള മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ആറ്റംസ് അവിടെ പ്രസന്റ് ആണെന്ന് കിട്ടും. നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൻ മാസ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ മതി. അപ്പോൾ ഗിവൻ മാസ് എത്രയാണ്? 144 ആണ്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 24 ആണ്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? 6 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കാൽക്കുലേഷൻ ഫോർ എ കെമിസ്റ്റ്? ഒരു കെമിസ്റ്റിൻ്റെ യൂണിറ്റ് ഓഫ് കാൽക്കുലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. മോൾ ആണോ, മോളിക്യൂൾ ആണോ, ആനോഡ് ആണോ, ആനയോൺ ആണോ? ഒരു കെമിസ്റ്റിൻ്റെ യൂണിറ്റ് ഓഫ് കാൽക്കുലേഷൻ എന്താണ്? ഒരു കെമിസ്റ്റിൻ്റെ യൂണിറ്റ് ഓഫ് കാൽക്കുലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് യൂണിറ്റ് ഓഫ് കാൽക്കുലേഷൻ? നമുക്കറിയാം മോൾ ആണ്, അല്ലേ? ഒരു കെമിസ്റ്റിൻ്റെ യൂണിറ്റ് ഓഫ് കാൽക്കുലേഷൻ മോൾ ആണ്. മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റംസോ മോളിക്യൂൾസോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ഇനി അടുത്ത് മോളിക്യൂൾസ്. എന്താണ് ഒരു മോളിക്യൂള്? ആറ്റംസ്, അല്ലേ? ആറ്റംസ് കമ്പൈൻസ് ടു ഫോം മോളിക്യൂൾ. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട്, അല്ലേ? ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. അടുത്ത രണ്ട് ടേം ആണ് ആനോഡും ആനയോണും. ആദ്യം നമുക്ക് ആനയോൺ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അയോണുകൾ. അയോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് ആറ്റംസ് ആണ്. ചാർജ് ഉള്ള ആറ്റത്തിന്, ചാർജ്ഡ് ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോൺസ്. അപ്പോൾ ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ചാർജ് കാണും. ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ അയോൺസിന് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ആനയോൺ എന്ന് വിളിക്കും.
നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ആനയോൺ എന്ന് വിളിക്കും. ഓക്കെ, ആനയോൺ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. അതായത് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു സെല്ല് വല്ലതും കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. ഈ ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ടാവും? അയോൺസ് ഉണ്ടാവും. ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ടാവും? അയോൺസ് ഉണ്ടാവും. അയോൺസ് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ആനയോൺ ആവാം അല്ലെങ്കിൽ കാറ്റയോൺ ആവാം. ഈ ഇലക്ട്രോലൈറ്റിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് 2 മെറ്റൽ റോഡുകൾ ഇറക്കി വെക്കും അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡുകൾ അല്ലേ? മെറ്റൽ റോഡ് ഇറക്കി വെക്കും, അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. എന്ത് വിളിക്കും? ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോഡുകൾ അല്ലേ, ഈ ഇലക്ട്രോഡുകളെ നമ്മളൊരു സർക്യൂട്ടൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവരെ എന്ത് വിളിക്കും? ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ട്? അയോൺസ് ഉണ്ട്, കാറ്റയോണും ഉണ്ട്, ആനയോണും ഉണ്ട്. കാറ്റയോണും ഉണ്ട്, ആനയോണും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിന് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിലെ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റയോൺസ് ഒക്കെ അല്ലേ, പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്കും നെഗറ്റീവ് ചാർജുള്ള ആനയോണൊക്കെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യില്ലേ? കാരണം ഓപ്പോസിറ്റ് സൈഡിലേക്കല്ലേ, ഓപ്പോസിറ്റ് ചാർജുകളല്ലേ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കാറ്റയോണുകൾ മൂവ് ചെയ്യുന്നത് ആരുടെ അടുത്തേക്കാണോ അയാളെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. അപ്പോൾ കാറ്റയോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. കാറ്റയോൺ മൂവ് ചെയ്യുന്നത് ആരുടെ അടുത്തേക്കാണോ അയാളെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. അപ്പോൾ കാഥോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഓപ്പോസിറ്റ് ചാർജുകൾ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത് ആനയോൺ. ആനയോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ആനയോൺ ആരുടെ അടുത്തേക്ക് പോവും? പോസിറ്റീവ് ചാർജുള്ള ആളുടെ അടുത്തേക്ക് പോകും. പക്ഷെ ആനയോൺ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ അയാൾ എന്ത് വിളിക്കും? ആനോഡ് എന്ന് വിളിക്കും. ആനോഡ് എന്ന് വിളിക്കും. ഇത് ജനറൽ കേസാണ് കേട്ടോ, ജനറൽ കേസാണ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സെല്ല് എന്താണ്? ചാർജിങ് ആണോ ഡിസ്ചാർജിങ് ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് ഇത് മാറി വരും. എന്നാലും ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് നെഗറ്റീവ് ചാർജും ആനോഡിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും. ഇനി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ എന്ത് റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. കാഥോഡിൽ നടക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ. നമ്മളിതിനെ എങ്ങനെ ഓർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോക്സ്കാറി എന്ന് ഓർക്കും. ആൻ എന്ന് പറയുമ്പോൾ ആനോഡ്, ഓക്സിഡേഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡ് റിഡക്ഷൻ. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ആനോക്സ്കാറി അല്ലെ, ആനോക്സ്കാറി. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും നടക്കുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Atomic mass of aluminium is 27. The number of moles present in 56 gram of aluminium will be 56 അല്ല 54 grams of aluminium will be. ഞാനൊരു 10 സെക്കൻഡ് തരാം. ഇത്രയും സമയം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എത്രയും പെട്ടെന്ന് പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് കമൻറ്റ് ചെയ്തേ. അതെ, എങ്ങനെയാ ചെയ്യുക? അറ്റോമിക് മാസ് ഓഫ് അലുമിനിയം 27 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അറ്റോമിക് മാസ്, അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് 27 ആണ്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 54 ഗ്രാം അലുമിനിയമാണ്. അപ്പോൾ എത്ര മോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗിവൻ മാസ് ബൈ ഗിവൻ മാസ്, അതായത് ഒരു സാധനം എത്ര ഉണ്ടെന്ന് പറയുന്നു അത്രയും മാസ്, ഗിവൻ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ചെയ്താൽ മതി. ഗിവൻ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഗിവൻ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഗിവൻ മാസ് 54, ഗ്രാം അറ്റോമിക് മാസ് 27. ജസ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 2 ആണ് നമ്മുടെ ആൻസർ എന്ന് കിട്ടും. 2 ആണ് നമ്മുടെ ആൻസർ എന്ന് കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനിടയ്ക്ക് സ്പീഡിൽ അടിച്ച് കളയുന്നത് ആൻസർ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് അത് അടിച്ച് കളയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹീലിയം ആറ്റം ആസ് ഡാഷ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഹീലിയത്തിന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പറഞ്ഞേ. ഹീലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര ഇലക്ട്രോൺസ് ആണ് നമുക്കറിയാം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ എത്രയാണ്? 2 ആണ്. ഹീലിയത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? ഹീലിയത്തിൻ്റെ മാസ് നമ്പർ പറഞ്ഞേ, കമൻറ്റ് ചെയ്തേ. ഹീലിയത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അറ്റോമിക് നമ്പർ 1 ആരാണ്? അറ്റോമിക് നമ്പർ 1 ആരാണ്? അറ്റോമിക് നമ്പർ 1 എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈഡ്രജൻ ആണ്. അറ്റോമിക് നമ്പർ 2 ആണ് ആർക്ക്? ഹീലിയത്തിന്. അറ്റോമിക് നമ്പർ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് 2 പ്രോട്ടോൺസ് ഉണ്ടെന്നുള്ളതാണ്. 2 പ്രോട്ടോൺസ് ഉണ്ടെന്നുള്ളതാണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ പർട്ടിക്കുലർ ആറ്റത്തിൽ 2 പ്രോട്ടോണുകൾ ഉണ്ട്. ഒരു ആറ്റം ന്യൂട്രൽ ആണെങ്കിൽ, ഒരു ആറ്റം ന്യൂട്രൽ അല്ലെങ്കിൽ ചാർജ് ഒന്നും ഇല്ലാത്ത, ജനറലി ഒരു നോർമൽ ഹീലിയം ആറ്റം എന്ന് പറയുമ്പോൾ അത് ന്യൂട്രൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രൽ ആണെങ്കിൽ അതിനകത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹീലിയം ആറ്റം ഹാസ് ഡാഷ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നാണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? 2 പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ 2 ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, ഇതിന് ഒരേ ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 പ്രോട്ടോൺ ആണെങ്കിൽ 2 ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 എന്നുള്ളതാണ്. 2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാത്ത ഒരേ ഒരു ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹീലിയമാണ്. ബാക്കി എല്ലാ ഇനേർട്ട് ഗ്യാസുകൾക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാത്ത ഒരേ ഒരു ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാലും അത് എന്ത് തന്നെയാണ്? ഹീലിയമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദിശയ്ക്ക് ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഉണ്ട് കേട്ടോ. ദിശ ഓൺലൈൻ ആപ്പിൽ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഉണ്ട്. അപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് അറിയണം, അല്ലെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്താൽ മതി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സയൻസും അതുപോലെ ബാക്കി മാത്സും റീസണിങ്ങും GK സബ്ജക്റ്റും എല്ലാം എടുക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് എക്യുപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. വളരെ ചെറിയ ഫീസ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസിലാണ് ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കുക. നിങ്ങൾക്ക് ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മെറ്റീരിയൽ വർക്കൗട്ട് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവരെ ഒന്ന് വിളിച്ച് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വഴി നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 0.5 മോൾ ഓഫ് നൈട്രജൻ ഗ്യാസ്.
N2 ഗ്യാസ് 0.5 മോളിൻ്റെ മാസ് എത്രയാണ്? 0.5 മോൾ ഓഫ് N2 ഗ്യാസിൻ്റെ മാസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്താണെന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14 ആണ്. ഓക്കെ, ഇത് നൈട്രജൻ ആറ്റത്തിൻ്റെ കേരാണ്. നൈട്രജൻ്റെ അറ്റോമിക് മാസ്, ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആരായി? N2 ആയി. രണ്ട് നൈട്രജൻസിൻ്റെ ഇടയിൽ 3 ബോണ്ടുകൾ ഉണ്ടാവും, N2. ഓക്കെ, N2 എന്ന് പറയും നൈട്രജൻ മോളിക്യൂൾ അല്ലെ, N2 ആണ്. ഓക്കെ, അപ്പോൾ ഒരു നൈട്രജൻ ആറ്റത്തിന് 14 ഗ്രാം ആണെങ്കിൽ ഒരു നൈട്രജൻ മോളിക്യൂളിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 28 ഗ്രാം ആയിരിക്കും അല്ലേ? 28 ഗ്രാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0.5 മോളിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ്. ഈ 28 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോളാണ്, ഒരു മോൾ. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യുലാർ മാസിനെയാണ് നമ്മൾ ഒരു മോളായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു മോളിക്യുലാർ മാസിനെയാണ് ഒരു മോളായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു മോളിക്യുലാർ മാസ് അല്ലെങ്കിൽ ഒരു നൈട്രജൻ മോളിക്യൂളിൻ്റെ മാസ് എത്രയാണ്? 28 ആണ്. അതാണ് ഒരു മോള്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0.5 മോളാണ്. 0.5 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ 28ൻ്റെ പകുതി എടുത്താൽ മതി, 14 എന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ 28 × 0.5 ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ പ്രോട്ടിയം? പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ ചെയ്തേ. പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? പറഞ്ഞ പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? ഓക്കെ, സോ പ്രോട്ടിയം എന്താണ്? ബേസിക്കലി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടിയം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളുണ്ട്. ആദ്യത്തേതാണ് പ്രോട്ടിയം, രണ്ടാമത്തേത് ഡ്യൂട്ടീരിയം, മൂന്നാമത്തേത് ട്രിഷ്യം. ഇങ്ങനത്തെ 3 ഐസോട്ടോപ്പുകളാണ് ആർക്കുള്ളത്? ഹൈഡ്രജനുള്ളത്. പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1 ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് 2H1 ആണ്. ട്രിഷ്യം എന്ന് പറയുന്നത് 3H1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഐസോട്ടോപ്പ്. സെയിം അറ്റോമിക് നമ്പർ. നമ്മളൊരു ആറ്റത്തിനെ എഴുതുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന നമ്പറാണ് അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറാണ് മാസ് നമ്പർ. മാസ് നമ്പറിനെ നമ്മൾ A കൊണ്ടും അറ്റോമിക് നമ്പറിനെ Z കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ആറ്റത്തിനെ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹീലിയം ആണെങ്കിൽ He2 4. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഹീലിയത്തിൻ്റെ മാസ് ചോദിച്ചായിരുന്നു അല്ലേ. ഹീലിയത്തിൻ്റെ മാസം 4 ആണ് കേട്ടോ. He2 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറിനെ കാണിക്കുന്നു. അറ്റോമിക് നമ്പർ. മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് നമ്പറിനെ കാണിക്കുന്നു. എന്തിനെ കാണിക്കുന്നു? മാസ് നമ്പറിനെ കാണിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പറിനെയും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ മാസ് നമ്പറിനെയും കാണിക്കുന്നു. ഇനി അറ്റോമിക് നമ്പറിനെ ഏത് ആൽഫബറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് Z കൊണ്ടാണ്. അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Z കൊണ്ടാണ്. മാസ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ടാണ്. മാസ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ടാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടെന്നാണ്. അതിനു മുന്നേ നമ്മൾ അറിയണം എന്താണ് ഐസോട്ടോപ്പ്. ഐസോട്ടോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് മാസ് നമ്പറുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോട്ടോപ്പ് എന്ന് വിളിക്കുക. നോക്കിയാൽ ഇവിടെ 3 എന്താണ്? ഹൈഡ്രജൻ ആണ്. പക്ഷേ അവരുടെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഐസോട്ടോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് ഹാവിങ്
same atomic number but different mass number is known as isotopes. Atoms having same atomic number and different mass number. Atoms having same atomic number and different mass number is known as isotope. Okay, hydrogen 3 isotope ഉണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയത്തിന് ഒരു പ്രോട്ടോണും 0 ന്യൂട്രോൺസുമാണ് ഉള്ളത്. ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണുമാണ് പ്രോട്ടിയത്തിനുള്ളത്. ഡ്യൂട്ടീരിയത്തിന് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമുണ്ട്. ട്രിഷ്യത്തിന് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമുണ്ട്. ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ, അല്ല തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ തന്നെ, നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോണിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുക. മാസ് നമ്പർ എന്ന് വിളിക്കുക. അതായത് മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, രണ്ടും ഒന്നാണ്. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ പ്രോട്ടിയത്തിൻ്റെ പ്രത്യേകത, പ്രോട്ടിയത്തിനുള്ളത് 0 ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസ് ഇല്ല. ന്യൂട്രോൺസ് ഇല്ലാത്ത ഒരേ ഒരു ആറ്റം ഏതാണെന്നും ഒരുപാട് പ്രാവശ്യം റെയിൽവേ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതും ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയമാണ്. ഏറ്റവും കൂടുതലുള്ളതും ഇതേ ഐസോട്ടോപ്പ് തന്നെയാണ്. ഓക്കെ, ഏറ്റവും ലാർജ് എമൗണ്ടിൽ കാണുന്നത് 1H1 തന്നെയാണ്. ഇനി 2H1 അല്ലെങ്കിൽ ഡ്യൂട്ടീരിയത്തിന് മറ്റൊരു പേരുണ്ട്, അതാണ് ഹെവി ഹൈഡ്രജൻ. ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2H1 ആണ്. ട്രിഷ്യം അല്ലെങ്കിൽ 3H1ന് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് 3H1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇതെല്ലാം തന്നെ നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ കണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത 69 gram ഓഫ് സോഡിയം കണ്ടെയ്ൻസ് 3 moles ഓഫ് സോഡിയം. വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് സോഡിയം? 69 gram സോഡിയത്തിൽ 3 moles ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ നേരത്തെ തന്നെ ഒരു ഇക്വേഷൻ പോലെ പഠിച്ചായിരുന്നു. ഗിവൻ മാസ് ബൈ അറ്റോമിക് മാസ് ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഗിവൻ മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഗിവൻ മാസ് എത്രയാണ്? 69 ആണ്. അറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടില്ല. നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 69നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് എത്രയാണെന്ന് കിട്ടും? 23 ആണെന്ന് കിട്ടും. അറ്റോമിക് മാസ് എത്രയാണെന്ന് കിട്ടും? 23 ആണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഒരു വീഡിയോ കാണുന്ന ലാഘവത്തോടെ ഇരിക്കാതെ നിങ്ങൾക്ക് അറിയാത്ത പ്രോബ്ലംസ് ആണെങ്കിൽ പെന്നും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുക. എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസും നല്ല ടോപ്പിക്ക് നമ്മൾ ബേസ് ഒന്ന് ബിൽഡ് ചെയ്തതിന് ശേഷം വലിയ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകും. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കോഴ്സ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ഇവിടെ തന്നെ പോകും. ഇനി അതല്ല, നിങ്ങൾക്ക് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും അതുപോലെ തന്നെ GK ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സും ഒരു ഫോക്കസ്ഡ് പ്രിപ്പറേഷനും വേണമെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉണ്ടായിരിക്കും. മുന്നത്തെ പാർട്ടുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ പാർട്ടുകളും കൂടെ ഒന്ന് കാണുന്ന കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബൈ.